പ്രിയമുള്ള വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 5ാം ക്ലാസ് അറബിക്ക് ആനുവൽ ഇവാലുവേഷൻ വാർഷിക പരീക്ഷയുടെ 2024-25 വർഷത്തെ വാർഷിക പരീക്ഷയുടെ ചോദ്യപേപ്പറും അതിൻ്റെ ഡീറ്റെയിൽ ആയ ആൻസർ കീയുമാണ് സാർ ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത്. മക്കൾ ചാനൽ ആദ്യമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഓക്കെ, 5ാം ക്ലാസ്സിൻ്റെ പരീക്ഷ നമുക്ക് 6 ക്വസ്റ്റ്യൻസാണ് ഉണ്ടാവുക. അതിൽ ഒന്നാമത്തെ ചോദ്യത്തിന് നിർബന്ധമായും മറുപടി എല്ലാവരും ഉത്തരം നൽകണം. ബാക്കി 5 4 എഴുതിയാൽ മതി, പക്ഷെ 5 എഴുതണമാണ് നല്ലത് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. എന്താണ്? ഒരു കഥയുണ്ട്, അത് വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാം. അസ്റഅത്ത് സയ്യാറത്തുൽ ഇസ്ആഫ്, ആംബുലൻസ് ചീറിപ്പാഞ്ഞു. എവിടേക്ക്? നഹ്വൽ മുസ്തഷ്ഫ, ആശുപത്രിയിലേക്ക്. കാന ഷാരിഉ മുസ്ദഹിമ, റോഡ് എന്താണ്? തിരക്കുള്ളതായിരുന്നു. ഫജിഅത്തൻ ഔഖഫ സായിഖു വസ്സയ്യാറ, പെട്ടെന്ന് ഡ്രൈവർ കാർ നിർത്തി. വഖാല ഫീ നഫ്സിഹി, മനസ്സിൽ പറഞ്ഞു, മാദാ സഫഅൽ, ഞാൻ എന്ത് ചെയ്യും? യഷ്കുൽ മരീദു മിൻ അലമിൻ ശരീഫ്, രോഗി വേദന കൊണ്ട് പിളയുകയാണ്. ലാ യസാലു ബൂഖുൽ ഇസ്ആഫ്, എന്താണ്? ആംബുലൻസിന്റെ ശബ്ദം യുസവ്വിതു, അത് ശബ്ദം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. സമിയ ഷുർത്തിയുൽ മുറൂർ, ട്രാഫിക് പോലീസ് കേട്ടു. അൽ ബൂഖ, സൈറൻ. വഹയ്യത്തൊരി, വഴിയൊരുക്കി. വസലത്തി സയ്യാറ, കാറത്തി. ഇലൽ മുസ്തഷ്ഫ, ആശുപത്രിയിലേക്ക്. ഉദ്ഖിലൽ മരീദ്, രോഗിയെ പ്രവേശിപ്പിച്ചു. ഫി വഹദത്തിൽ ഇനായത്തിൽ ഫായിഖ, എവിടെ? ICUവിൽ പ്രവേശിപ്പിച്ചു. അപ്പൊ കഥ മനസ്സിലായില്ലേ? ഇനി ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കണം. എന്താണ്? കൈഫ കാന ഷാരിഉ, റോഡ് എങ്ങനെയായിരുന്നു? മുസ്രിഅൻ, മുസ്ദഹിമൻ, ഖാലിയൻ. എങ്ങനെയാണ് പാരഗ്രാഫിൽ പറഞ്ഞത്? റോഡ് എങ്ങനെയാണെന്ന് പറഞ്ഞത് പറഞ്ഞു നോക്കൂ. ഇതാണ് കാന ഷാരിഉ മുസ്ദഹിം എന്നാണ്. അപ്പൊ ഇതാണ് ഉത്തരം വരിക, അല്ലെ? ഇല ഐന അസ്റഅത്ത് സയ്യാറത്തുൽ ഇസ്ആഫ്, എവിടേക്കാണ് എന്താണ് ആംബുലൻസ് പാഞ്ഞത്? അല്ലെ? അസ്റഅത്ത് നഹ്വൽ മുസ്തഷ്ഫ, അല്ലെ? അപ്പൊ നമുക്ക് ഏതാ ഉത്തരം വരിക? ഇതാണ് ഉത്തരം വരിക. നഹ്വ സായിഖ്, നഹ്വ ഷുർത്തി അല്ല. മൻ ഹയ്യ ത്വരീഖ ലിസ്സയ്യാറ, കാറിന് വേണ്ടി വഴിയൊരുക്കിയത് ഡ്രൈവർ ആണോ, രോഗിയാണോ, ട്രാഫിക് പോലീസ് ആണോ? ഏതാണ് ശരി? ഏതാണ് ശരി? പറയും. ട്രാഫിക് പോലീസ്. ഷുർത്തിയുൽ മുറൂറാണ് ഉത്തരം വരിക. പിന്നെ സൗത്ത് സയ്യാറത്തുൽ ഇസ്ആഫ്, ആംബുലൻസിന്റെ ശബ്ദം എന്താ? മുറൂർ, ബൂക്ക്, ത്വരീഖ്. ബൂക്ക്, അല്ലെ? സൈറൻ. ഐന ഉദ്ഖിലൽ മരീദ്, രോഗി എവിടെയാണ് പ്രവേശിപ്പിച്ചത്? ഫി സയ്യാറ, ഫി ഷാരിഅ, ഫി വഹദത്തിൽ ഇനായത്തിൽ ഫായിഖ. എവിടെയാണ്? ICUവിൽ. ഫി വഹദത്തിൽ ഇനായത്തിൽ ഫായിഖ ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, അടുത്ത ചോദ്യം. നഖറഉൽ ഫിഖറ വനക്തുബുൽ കലിമാത്തുൽ മുവാഫിഖ ലിസ്സുവർ ബിന്നസ്. ഇവിടെ ഒരു പാരഗ്രാഫ് ഉണ്ട്. ആ പാരഗ്രാഫിൽ താഴെയുള്ള ചിത്രങ്ങൾക്ക് അനുയോജ്യമായ വാചകങ്ങളുണ്ട്, അത് കണ്ടുപിടിക്കണം. യൗമൻ ദഹബ മുനീർ മഅ വാലിദിഹി, ഒരു ദിവസം മുനീർ ഉപ്പയോടൊപ്പം പോയി. ഇലൽ മദീന ബിസ്സയ്യാറ, മദീനയിലേക്ക് കാറിൽ പോയി. ഇന്ദമാ വസലത്തി സയ്യാറ, കാർ എത്തിയപ്പോ. ഫിൽ മഫ്രഖ്, എവിടെ? ജംഗ്ഷനിൽ എത്തിയപ്പോ. തവഖഫത്ത് സയ്യാറ, കാർ നിർത്തി. ഫനളറ മുനീർ ഇലൽ ഖാരിജ്, മുനീർ പുറത്തേക്ക് നോക്കി. ഫറഅ ഇഷാറത്തൽ മുറൂർ, അപ്പൊ അവൻ എന്ത് കണ്ടു? സിഗ്നൽ കണ്ടു. ഫതദക്കറ അൻ അദ്വാഇൽ ഇഷാറ, അപ്പോ അവൻ എന്തോർത്തു? സിഗ്നൽ ലൈറ്റ്സിനെ കുറിച്ച് ഓർത്തു. ബഅദ ബുർഹത്തിൻ വസല ഇലൽ മദീന, കുറച്ചു സമയത്തിന് ശേഷം അവര് പട്ടണത്തിലെത്തി. ഔഖഫൽ വാലിദ്, വാബ നിർത്തി. അസ്സയ്യാറ, കാറ്. ഫിൽ മൗഖിഫ്, എവിടെ? പാർക്കിങ്ങിൽ. വഅബറ ഷാരിയ, റോഡ് മുറിച്ച് കടന്നു. അല മഅബറിൽ മുഷാത്ത്, സീബ്ര ക്രോസിങ്ങിലൂടെ. അപ്പൊ ഏതാ വരിക? അപ്പൊ ആദ്യത്തെ ഏതാ? സീബ്ര ക്രോസിങ്ങിന്റെ ചിത്രം കിടക്കണം, അല്ലെ? അതിനെ പറ്റിയ വാക്ക് ഇതിലുണ്ടല്ലോ, അല്ലെ? മഅബറുൽ മുഷാത്ത്, അതാണ് മക്കൾ ഇവിടെ എഴുതേണ്ടത്. മനസ്സിലായോ? അടുത്ത രണ്ടാമത്തെ എന്താ? ഇതെന്തിന് ചിഹ്നമാണ്? ഇത് പാർക്കിങ്ങിന്റെ ചിഹ്നം. പാർക്കിങ്ങിന് എന്താ പറയുന്നത്? ഇവിടെ ഉണ്ട് മൗഖിഫ്, അല്ലെ? അത് നമുക്ക് ഇവിടെ എഴുതി കൊടുക്കണം. മനസ്സിലായോ? അടുത്തതോ? ഇതെന്താണ്? ഇഷാറ, അല്ലെ? ഇഷാറത്തുൽ മുറൂർ, ഇഷാറത്തുൽ മുറൂർ. അപ്പൊ നമുക്ക് ഇതാ ഇഷാറത്തുൽ മുറൂർ ഇവിടെ ഉണ്ട്, അല്ലെ? ഇഷാറത്തുൽ മുറൂർ നമുക്ക് ഇവിടെ കൊടുക്കാം. പിന്നെ നാലാമത്തെയോ? ഇത് ജംഗ്ഷൻ ആണ്. ജംഗ്ഷൻ നമ്മൾ എന്താ പറയുന്ന? അൽ മഫ്രഖ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതിവിടെ എഴുതി കൊടുക്കണം. അൽ
മഫ്റഖ് എന്ന് എഴുതി കൊടുക്കണം. ഓക്കെ, സിമ്പിൾ അല്ലേ? അടുത്ത നസിൽ ബിൽ മുനാസിബ്, അനുയോജ്യമായത് യോജിപ്പിക്കാൻ. ഇവിടെ കുറെ അഹ്മർ, അസ്ഫർ, അഖ്ലർ അല്ലേ? റെഡ്, യെല്ലോ, ഗ്രീൻ. റെഡ് വന്നാൽ മഷീർ പോവുക, മഫ്റഖ് ജംഗ്ഷൻ, വുഖൂഫ് സ്റ്റോപ്പ്, തഹയ്യു റെഡി. ഏതാ വരിക? ഏതൊരു അഹ്മറിന് ഏതാ വരിക? അഹ്മർ കേട്ട, അഹ്മർ കണ്ട നിർത്തൽ അല്ലേ? ഇപ്പൊ സ്റ്റോപ്പ്, അൽ വുഖൂഫ്. അസ്ഫറോ? അസ്ഫർ വെച്ചാൽ റെഡിയാ, തഹയ്യു. പച്ചയാണെങ്കിലോ അൽ മഷീർ. ഈ മഫ്റഖ് ഒന്നും ചെയ്യാനില്ല. സിമ്പിൾ അല്ലേ? അടുത്തത് നഖ്റഉൽ ഫിഖ്റ വ നുമയ്യിസ് ബൈനൽ ജുമൽ ഇസ്മിയ വൽ ഫിഅലിയ. ഇവിടെ പാരഗ്രാഫ് വായിച്ചിട്ട് അതിൽ ജുംല ഇസ്മിയെയും ജുംല ഫിഅലിയെയും തിരിക്കാൻ. സൽമാൻ ദാരിസുൻ നഷീദ്. സൽമാൻ നല്ല ഒരു ഉത്സാഹമുള്ള കുട്ടിയാണ്. യദ്റുസു ഫി സഫിൽ ഖാമിസ്. അവൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു, അല്ല 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. യസ്കുനു ഫിൽ ഖറിയ. ഗ്രാമത്തിൽ താമസിക്കുന്നു. മദ്രസത്തുഹു കബീറ. അവന്റെ മദ്രസ വലുതാണ്. സൽമാൻ അരീഫു സഫ്. സൽമാൻ ക്ലാസ് ലീഡറാണ്. യുഹാഫിദു അലാ നദാഫത്തിൽ മദ്രസ. അവന് സ്കൂൾ വൃത്തിയായി സൂക്ഷിക്കും. യുക്രീമുഹു സുമല. എന്ത് ചെയ്യും? ടീച്ചർ, അധ്യാപകരല്ല കൂട്ടുകാർ ആദരിക്കും. വഹുവ മഹ്ബൂബുൻ ഫിൽ മദ്രസ. അവൻ സ്കൂളിൽ പ്രിയങ്കരനാണ് അല്ലേ? അപ്പൊ ഏതാ വരിക? ഇവിടെ 2 കോളം കൊടുത്തിട്ടുണ്ട്, ജുംല ഇസ്മിയ, ജുംല ഫിഅലിയ. ഒരു ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്, ഹുവ മഹ്ബൂബുൻ ഫിൽ മദ്രസ. അത് ഏതാ? ഇതാണ് അല്ലേ? ഇത് ജുംല ഇസ്മി. കണ്ട, ഹുവ കൊണ്ട് തുടങ്ങി, ഒരു ഇസ്മു കൊണ്ട്. എന്നാൽ യുഹാഫിദു കണ്ടില്ലേ? യുഹാഫിദു അലാ നദാഫത്തിൽ മദ്രസ. ഇതെന്താണ്? പ്രവൃത്തിയാണ് അല്ലെ? ഒരു ഫിഅലാണ്, ഫെയില്. അപ്പൊ ഫെയില് കൊണ്ട് തുടങ്ങുന്നത് ജുംല ഫെയിലിയാണ്. അപ്പൊ ഇതിൽ എത്ര ജുംല ഇസ്മിയ ഫെയിലി ഉണ്ട്? നമുക്ക് ഓരോ നോക്കാം. സൽമാൻ ദാരിസുൻ നഷീത്തുൻ. സൽമാൻ ഒരു മിടുക്കന. സൽമാൻ പേര് കൊണ്ട് തുടങ്ങി. അപ്പൊ നമുക്ക് ഇതിന് 1 നിടാം, ഇതിന് 2 നിടാം. അപ്പൊ സൽമാൻ ദാരിസുൻ നഷീദ് 1 ആയിരിക്കും അല്ലെ? യദ്റുസു ഫി സഫിൽ ഖാമിസ്. 5ാം ക്ലാസ്സിൽ അവൻ പഠിക്കുന്നു, ഫെയിൽ കൊണ്ട് തുടങ്ങി. അപ്പൊ എന്താണ്? ഇത് 2 ആണ്. യസ്കുനു ഫിൽ ഖറിയ. ഗ്രാമത്തിൽ താമസിക്കുന്നു എന്നാണ് തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ ഇതും ഫെയിലിയാണ്. മദ്രസത്തുഹു കബീറ. സ്കൂൾ വലുതാണ്. അവന്റെ സ്കൂൾ എന്നല്ലേ? സ്കൂൾ ഒരു പേരാണ്. അപ്പൊ നമ്മള് ജുംല ഇസ്മിയ. സൽമാൻ അരീഫ് സഫ്. സൽമാൻ ക്ലാസ് ലീഡറാണ് അല്ലെ? അപ്പൊ അതും ജുംല ഇസ്മിയ. യുഹാഫിദു അലാ, അത് കൂടെ കൊടുത്തിട്ടുണ്ട്. യുക്രിമുഹു സുമല. കൂട്ടുകാരെ ആദരിക്കും. ഇത് ആദരിക്കും എന്നുള്ളത് ഒരു പ്രവൃത്തി. അപ്പൊ ജുംല ഫെയിലിയ. ഫെയിലിയിലേക്ക് എഴുതാം. ഓക്കെ, ഇങ്ങനെയാണ് അത് ചെയ്യേണ്ടത്. കേട്ടില്ല മക്കളെ? അടുത്ത പ്രവർത്തനം നുക്കുമിൽ കമാഫിൽ മിസാൽ. ഉദാഹരണത്തിലുള്ള പോലെ എഴുതാൻ. അന അക്തുബു. ഇവിടെ യക്തുബു എന്തായി മാറി? അക്തുബു എന്നായി മാറി. അതായത് യാ കളഞ്ഞിട്ട് ഇവിടെ ആ വന്നിരിക്കുകയാണ് അല്ലേ? അതേപോലെ നിങ്ങൾ ഇവിടെ ചെയ്യണം. അന യജ്ലിസു എന്താകും? അപ്പോ യജ്ലിസു എന്താകും? യാ മാറ്റിയിട്ട് ആ കൊടുത്തു. ബാക്കി എഴുതുക അജ്ലിസു അല്ലെ? അജ്ലിസു. യൽ അബു എന്താകും? യാ മാറ്റിയിട്ട് ആ കൊടുത്തു. അപ്പൊ എന്തായി? അൽ അബു. ശരിയല്ലേ? അടുത്ത നഹുനു. നഹുനു നക്തുബു. അത് യക്തുബു ആണ്. എന്തായത്? ഇവിടെ നക്തുബു എന്നായത്. ഇവിടെ നഹുനു യജ്ലിസു എന്നുള്ളത് എന്താക്കണം? നജ്ലിസു എന്നാക്കണം. എന്താക്കണം? നജ്ലിസു. നഹുനു യൽ അബു എന്നാണ്. അപ്പൊ എന്താക്കണം? നൽ അബു എന്നാക്കണം അല്ലെ? യൽ അബു നൽ അബു എന്നാകും. ഓക്കെ, സിമ്പിൾ. അടുത്തത് നുറത്തിബിൽ കലിമാത്തൽ ആത്തിയ. താഴെയുള്ള സെന്റൻസുകൾ ഓർഡറിലാക്കാൻ. ഇത് നമ്മൾ പഠിച്ച പോസ്റ്ററിന്റെ വാക്കുകളാണ്. അത്വആം തുളയ്യ് ല അല്ലേ? എന്താണ്? അത്വആം ഭക്ഷണം, തുളയ്യ് നീ പാഴാക്കുന്നു, ല അരുത്. അപ്പൊ ഭക്ഷണം നീ പാഴാക്കരുത് എന്നാണ്. അപ്പൊ ലാ തുളയ്യ് അത്വആം. നേരെ തിരിച്ചെഴുതാം. അങ്ങനെയാണ് സെന്റൻസ് വരിക കേട്ടോ. ലാ തുളയ്യ് അത്വആം എന്നെഴുതണം. പിന്നെ വ നഷ്റബു നമുക്ക് കുടിക്കാം, വലാ നുസ്രിഫ് നമുക്ക് ദൂർത്തടിക്കാതിരിക്കാം, നഅ്കുൽ തിന്നാം. അപ്പൊ തിന്നാം, കുടിക്കാം, ദൂർത്തടിക്കാതിരിക്കാം എന്നാണ് പറയേണ്ടത്. അപ്പൊ നഅ്കുൽ വ നഷ്റബ് വലാ നുസ്രിഫ്, ഈ ഓർഡറിലാണ് എഴുതേണ്ടത്. ഓക്കെ അല്ലേ മക്കളെ? മിനല്ലാ അള്ളാഹുവിൽ നിന്ന് അനുഗ്രഹം, ത്വആം ഭക്ഷണം. അപ്പൊ ഭക്ഷണം അള്ളാഹുവിന്റെ അനുഗ്രഹമാണ് എന്നാണ്. എങ്ങനെ വരാം? ഭക്ഷണം അല്ലെ? ഭക്ഷണം. അത്വആമു നിഅമത്തുൻ
മിനല്ലാ, ഇങ്ങനെ കൊടുക്കേണ്ടത്. പിന്നെ ആദത്തുൻ ശീലം, ആദത്തുൻ എന്ന് വെച്ചാൽ എന്താണ്? ശീലം. ഹദറുൽ തീഴ്മ ഭക്ഷണം വേസ്റ്റ് ആക്കൽ, മധുമുമ മോശം. അപ്പൊ ഭക്ഷണം വേസ്റ്റ് ആക്കുന്നത് മോശം ശീലമാണ്. എങ്ങനെ പറയണം? ഹദറുൽ തീഴ്മത്തി ആദത്തുൻ മസ്മൂമത്തുൻ എന്ന് കൊടുക്കണം. പിന്നെ മഹ്മൂദുൻ ഫിൽ ഇൻഫാഖ് ഇക്തിസാദ്, മഹ്മൂദ് എന്ന് വെച്ചാൽ നല്ലത്, ഫിൽ ഇൻഫാഖ് ചെലവഴിക്കുക, അൽ ഇക്തിസാദ് മിതത്വം. അപ്പൊ ചെലവഴിക്കുന്നതിൽ മിതത്വം നല്ലതാണ്. അൽ ഇക്തിസാദു ഫിൽ ഇൻഫാഖി മഹ്മൂദുൻ, ഇങ്ങനെയാണ് ഓർഡറിൽ. ഓക്കെ അല്ലേ മക്കളെ? അടുത്ത അഞ്ചാമത്തെ നഖറഉൽ ഫിക്ര വനുകവ്വിൻ ഖംസ അസ്ഇല. ഇത് വെച്ചിട്ട് മാദ, മൻ, കൈഫ, മത്ത, ഇതിന്റെയൊക്കെ അർത്ഥം അറിയാമല്ലോ മക്കൾക്ക് അല്ലെ? ഐന എവിടെ, മാദ എന്ത്, മൻ ആര്, കൈഫ എങ്ങനെ, മത്ത എപ്പോൾ. ദഹബ ഫവാസ് മാ ഉസ്റതിഹി, ഫവാസ് തന്റെ കുടുംബത്തോടൊപ്പം പോയി. ഇലൽ ഹദീക, പാർക്കിലെ, ഇല ഹദീകത്തിൽ ഹൈവാനാത്ത്, സൂവിലേക്ക്. ബി മൈസൂർ, മൈസൂറിലുള്ള. വസലൂഫി സായത്തിൽ ആഷിറ, 10 മണിക്ക് അവരെത്തി, സബാഹൻ രാവിലെ. വ തജവലു ഫിഹ, അവരവിടെ ചുറ്റിയടിച്ചു. വഷാഹദു മുഖ്തലിഫൽ ഹയവാനാത്തി വത്തുയൂർ, വ്യത്യസ്ത മൃഗങ്ങളെയും പക്ഷികളെയും അവർ കണ്ടു. കാനത്ത് റിഹില മുരീഹ ജിദ്ദൻ, യാത്ര നല്ല രസകരമായിരുന്നു, യാത്ര നല്ല രസകരമായിരുന്നു. അപ്പൊ എങ്ങനെ പറയണം? പറയും മക്കളെ? ഇത് നോക്കൂ, ഐന അല്ലെ? ഐന വെച്ചാൽ എവിടെ. അപ്പൊ ഫവാസ് എവിടെയാണ് പോയത്? ഇങ്ങനെ എത്ര നമുക്ക് സൂചി ഉണ്ടാക്കാം? ഐന ദഹബ ഫവാസ്. ഉണ്ടാ? ഈ ഇതിന്റെ മുമ്പിൽ നമ്മൾ എന്ത് ചെയ്തു? ഐന എന്ന് ചേർത്ത് കൊടുത്തു, അത്രേ ചെയ്തിട്ടുള്ളൂ. മനസ്സിലായോ? ഒരു സെന്റൻസ്. അടുത്തത് മാത, എന്ത്. അപ്പൊ എന്താണ് അവര് കണ്ടത് എന്ന് പറയാം അല്ലെ? മാത, അവിടെ ഷാഹദു കണ്ടില്ലേ? മാത ഷാഹദു, എന്താണ് അവര് കണ്ടത്. ഓക്കെ. അടുത്തത് മൻ, ആര്, ആരാണ് പോയത് അല്ലെ? മൻ സഹബ, മൻ അല്ലെങ്കിൽ മൻ തജവ്വല എന്ന് വേണമെങ്കിൽ പറയാം അല്ലെ? മൻ സഹബ, ആരാണ് പോയത്. സഹബ ഫവാസ് അല്ലെ? മൻ സഹബ ഇല മൈസൂർ, മൈസൂരിലേക്ക് ആരാണ് പോയത്. നാലാമത്തെ ചോദ്യം എന്താ? കൈഫ, എങ്ങനെ, യാത്ര എങ്ങനെയായിരുന്നില്ല. കാനത്തു റിഹില മുരീഹ രജ്ഞൻ, യാത്ര രസകരമായിരുന്നു എന്ന് പറഞ്ഞില്ലേ? അപ്പൊ കൈഫ കാനത്തി അർരിഹില, കൈഫ കാനത്തി റിഹില കേട്ടോ. അഞ്ചാമത്തെയോ? അഞ്ചാമത്തെ എന്താണ്? മത്ത അല്ലെ? മത്ത വസലു അല്ലെ? ഇവിടെ വസലു എന്നില്ല, ഇതാണ് മത്ത വസലു, എപ്പോഴാണ് അവരെത്തിയത്. അഞ്ചാമത്തെ കേട്ടോ, മത്ത വസലു, സിമ്പിൾ. അടുത്തത് നുക്മിലുൽ മൻലു, ഇവിടെ ഒരു പദ്യം പൂരിപ്പിക്കാനാണ്. എന്താണ് ഇത്? വെണ്ടയ്ക്ക അല്ലെ? വെണ്ടയ്ക്ക പറയാനെന്ത്? അഖ്ലർ അഖ്ലർ ലൗനി അഖ്ലർ, പച്ച പച്ച, എന്റെ നിറം പച്ച. ജിസ്മി നഹീലുൻ, എന്റെ ശരീരം എന്താണ്? മെലിഞ്ഞതാണ്. ഷക്കിലി തൊവീലുൻ, എന്റെ രൂപം നീണ്ടതാണ്. അപ്പൊ ഇവിടെ മത്തങ്ങയുണ്ട്, മത്തങ്ങ തീൻ. അപ്പൊ എന്താ പറയാ? പച്ച പച്ച, പത്തക്ക് മഞ്ഞ നിറം അല്ലെ? അതുകൊണ്ട് അസ്ഫർ എന്ന് കൊടുത്തിരിക്കും. അപ്പൊ ഇവിടെ എന്തായിരിക്കും? അഖ്ലർ പോലെ അസ്ഫർ അസ്ഫർ. ലൗനി അഖ്ലർ എന്നല്ല, ഇവിടെ ആവുമ്പോ അസ്ഫർ, ലൗനി അസ്ഫർ അല്ലെ? പിന്നെ ജിസ്മി നഹീലു എന്നാണ്, മെലിഞ്ഞതല്ലല്ലോ. ജിസ്മി സെമീനു എന്നാക്കാം നമുക്ക്. ജിസ്മി സെമീനു, എനിക്ക് നീളം, എനിക്ക് നല്ല തടിയുണ്ട്. പിന്നെ ഷക്കിലി, ഇവിടെ ഷക്കിലി എന്നല്ലേ? ആ ഷക്കിലി ഇവിടെ കൊടുക്കണം. ഷക്കിലി അരീലുൻ. പിന്നെ അതാണ് അടുത്തത് ആപ്പിൾ. ആപ്പിളിന്റെ നിറം ഇവിടെ അഹ്മർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അഹ്മർ അഹ്മർ, ലൗനി അഹ്മർ അല്ലെ? പിന്നെയോ അടുത്തതാണ് ജിസ്മി, എന്റെ ശരീരം. നഹീൽ എന്നാണ് കൊടുക്കേണ്ടത്. ജിസ്മി സെമീൻ തന്നെ കൊടുക്കാവാണെങ്കിൽ നമുക്ക് സെമീൻ എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ദാഇരി എന്ന് കൊടുക്കാം. ദാഇരി
എൻ്റെ വയൽ എന്താണ് നല്ല റൗണ്ടിലാണ്. പിന്നെ ഷക്കിലി എൻ്റെ രൂപം ജമീലുൻ ഭംഗിയുള്ളതാണ് എന്നും കൊടുക്കും. ഓക്കെ അല്ലേ മക്കളെ? ഇത്രയാണ് ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ മക്കൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻ്റായി ചെയ്യണം കേട്ടോ ഇൻഷാല്ലാ. അപ്പോൾ ഇത്രയാണ് ക്വസ്റ്റ്യൻ പേപ്പർ. ഇൻഷാല്ലാ എല്ലാവരെയും അള്ളാഹു ഫുൾ മാർക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.